ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേരാണ് മാനു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ബോംബെ മാനു എന്നുള്ളത്. ഞാൻ ഇന്നലെ 12-ാം തീയതി അവിടുന്ന് പുറപ്പെട്ട് ഇന്ന് 13-ാം തീയതി ഇവിടെ എത്തി. അതും 5:20 ഇവിടെ വന്നിപ്പോൾ റൂമിലേക്ക് അതായി ലഗേജ് വെച്ചിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ബോംബെയിലെ റൂം. ഞാൻ താമസിക്കുന്ന ചെറിയ റൂമത്. ബോംബെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓരോരുത്തരുടെ നാട്ടിൽ ഓരോരുത്തർ വീടും കൊട്ടാരമൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ വീടും പറമ്പൊക്കെ പെരയും കൂടെയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ആ ഉണ്ടാക്കിയവന് കണ്ണത്താ രാജ്യത്ത് സ്വർഗത്തിൽ പോയി കഴിയുക എന്നുള്ളത്. അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഇന്നെപ്പോലെ കുറേ ആൾക്കാർ ഇതേമാതിരി കുറേ സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുക, ആരോടും പറയാതെ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്നും എടുത്ത് വിട്ടുകൊടുക്കാതെ. കാരണം വീഡിയോ വിട്ടുകൊടുത്താൽ അത് മറ്റുള്ളവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അതൊരു മോശത്തിലുള്ള പരിപാടിയല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരാളും അങ്ങനെ വീഡിയോ എടുത്ത് വിടൂല. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ് പോയത് എന്തുണ്ടെങ്കിലും യഥാർത്ഥ സംഭവങ്ങളൊക്കെ എടുത്ത് വിടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിക്കോളൂ. ഇപ്പോൾ നിങ്ങളാച്ചാൽ ഒരു 3 വീഡിയോ 4 വീഡിയോ ബോംബെയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് വിടലുണ്ട്. ആ യൂട്യൂബിലേക്കാട് വിട്ടുകൊടുത്താടുന്നത്. അപ്പോൾ കുട്ടികളെ നിർബന്ധം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരു വരുമാനം കണക്കാക്കിയിട്ടൊന്നുമല്ല. കുട്ടികൾ പറയേണ്ട എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നത് വാണക വന്നാൽ മതി, അതിനോടൊന്നും താല്പര്യമില്ല. എൻ്റെ തേരച്ച തരട്ടെ കുഞ്ഞ് പടച്ചോൻ്റെ അടുത്ത് അതിപ്പം അതൊന്നും അങ്ങോട്ടേക്കൊന്നും ചിന്തിക്കണില്ല. ഇതാണ് ബോംബെയിലെ ഞങ്ങൾ ഈ കണ്ണത്താ രാജ്യത്ത് വന്ന ഓരോരുത്തർ വന്നിട്ട് ഇതേമാതിരി ചെറിയ സ്ഥലത്ത് വന്നിട്ട് കിടന്ന് ഉറങ്ങണം. അങ്ങോട്ടൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് വരും. അവിടെ വാതിൽ തുറന്നിട്ട് ഇതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഒരു മാസം 12 ദിവസത്തോളമായി ഞാൻ നാട്ടിൽ പോയി നിൽക്കണേ. അപ്പോൾ അതിന് റൂമിൽ പൊടിയൊക്കെ വന്ന് നിറഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കുമ്പോൾ തന്നെ ഏകദേശം 2 മണിക്കൂറോളം ഇങ്ങനെ പൊടിക്കും. ഇതൊക്കെ ഒന്നിടെ വൃത്തിയാക്കി വരുമ്പോൾ പിന്നെ AC വെക്കാനുള്ള കാരണം ഇത് അടഞ്ഞെടുക്കുന്ന റൂമായ കാരണം ചൂട് കൂടുതലാണ്. ചൂട് താങ്ങാൻ വയ്യാത്ത കാരണം ഈ തെങ്ങിൻ്റെ മുകളിൽ കയറി ഇറങ്ങിയിട്ട് വരുന്ന തെങ്ങേറ്റാണല്ലോ അപ്പോൾ എനിക്ക് ജോലി. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറി വന്നിട്ട് ഉറുമ്പിൻ്റെയും കടന്നലിൻ്റെ ഒക്കെ കുത്തും ഇതൊക്കെ വല്ലാതെ സഹിക്കേണ്ടി വരും. അപ്പോൾ ആ വേദനയൊക്കെ സഹിക്കുമ്പോൾ കുറച്ച് ഒരു അരമണിക്കൂർ ഒന്ന് AC ഇടും. റൂമൊന്ന് തണുത്താൽ അതുകൊണ്ട് ഓഫാക്കുക, വേഗം ഫാൻ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ കറണ്ട് ബില്ലായിട്ട് കൂടാ ഒന്നാ കൊണ്ടുപോയി അടക്കണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകണില്ല. നമ്മളിവിടെ സുഖമായിട്ട് എത്തി. എന്തായാലും പടച്ചവൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ടൊരു കേടുപാടും കൂടാതെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന വിഷമം കണ്ടിട്ട് എൻ്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല. ശ്വാസം മുട്ടും ഷുഗർ കുറഞ്ഞിട്ട് ഒക്കെപ്പാടായിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇന്നലെ പോകുന്നതോട് കൂടിയിട്ട് എൻ്റെ ഉപ്പ ഇപ്പോൾ അസുഖം കൂടുതലായിട്ട് ഇപ്പം എന്നെ വളാഞ്ചേരിക്ക് കൊണ്ടുപോയിരുന്നു തന്നെ അനിയന്മാർ. അവിടെ ICUയിൽ ഇട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത്ര ഞങ്ങൾ EMSക്ക് കൊണ്ടുപോയിക്കോളെ. ഉപ്പാക്കെന്ന് വെച്ചാൽ മക്കൾ പോണ വിഷമം നല്ലതുണ്ട്. കാരണം ഇവരെ പ്രായത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർ നമ്മൾ മക്കളവിടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു സമാധാനമാണ്. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വരുമ്പോൾ കൊണ്ടുപോകുന്നുള്ള ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നപ്പോൾ ഉപ്പാക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ ഉപ്പാട് പറഞ്ഞു എൻ്റെ അനിയന്മാർ ഞങ്ങൾ നൗഷാദ് ഉണ്ട്, ഓരോരുത്തരുടെ പേരാണ് നൗഷാദ്, അക്ബർ, ഇവരൊക്കെ ഉണ്ട് അവിടെ. പിന്നെ എന്തിനപ്പം നിങ്ങൾ പേടിക്കണം, എല്ലാവരും കൊണ്ടുപോകലുണ്ട്. ഈ പറഞ്ഞാൽ ഞാനും കൊണ്ടുപോകലുണ്ട്, അനിയന്മാരും കൊണ്ടുപോകലുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ടെന്ന്. കാരണം ഉപ്പാക്ക് അത് എന്താണെന്ന് അറിയില്ല. ഇന്നലെ ഞാൻ അവിടുന്ന് പോന്നപ്പോൾ ഭയങ്കര വിഷമമായിട്ട് ഇപ്പോൾ ഇന്ന് 13-ാം തീയതി എൻ്റെ വൈഫ് പറയണം ഉപ്പാനെ കൊണ്ടുപോയിക്കണ EMS ഇവിടെ വളാഞ്ചേരി കൊണ്ടുപോയിട്ട് അവിടുന്ന് EMSയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രായമുള്ള ആൾക്കാരാണ്. അവർക്ക് ഉള്ളിൽ പേടി വന്നിട്ടാണേ. കാരണം വെച്ചാൽ മക്കൾ കൊണ്ടുപോകില്ല എന്നുള്ള ഒരു തോന്നലാണ്. നമ്മൾ കൊണ്ടുപോകാൻ തയ്യാറാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ. പക്ഷേ അവർക്ക് എന്തോന്ന് ഇങ്ങനെ നമ്മൾ പോകുന്ന വിഷമം നല്ല ഉണ്ടാവും. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ നീട്ടി കൊണ്ടുപോകണില്ല. ഞാനാച്ചാൽ വീഡിയോ എടുക്കാൻ നിന്നാൽ ഇങ്ങനെ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. ഞാൻ എല്ലാം തുറന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. എല്ലാവരോടും എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും നമസ്കാരം.